ട്വനീസ്, ഈ വീഡിയോ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. എത്ര പെട്ടെന്ന് 4 ദിവസങ്ങൾ കടന്നു പോകുന്നത്. 2025 കഴിയുകയാണല്ലോ എന്നോർത്തൊരു സന്തോഷമുണ്ട്. എങ്കിലും 2026 തുടങ്ങുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു വയസ്സും കൂടി കൂടുകയാണല്ലോ. ഇപ്പതാ ഞാൻ നേരെ പോകുന്നത് എന്റെ ക്ലാസ്സിലേക്കാണ്. തിയറി ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല, പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഞാൻ വരച്ച വീട്. എങ്ങനെയുണ്ട്? തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഒരു അവിൽ മിൽക്ക് വാങ്ങി കഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേട്ടോ അവിൽ മിൽക്ക്. എന്തായാലും 2025 കഴിയാണല്ലോ, അപ്പൊ ഇഷ്ടമുള്ളൊന്ന് കഴിച്ച് തന്നെ ഈ 2025 അങ്ങ് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. 100 രൂപയാട്ടോ ബില്ല് വന്നത്. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പൊ ഞാൻ വീട്ടിലെത്തി. എല്ലാവരും 2026 വരവേൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടും അതുപോലെ ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു വർഷമാണ് 2026. 2025 എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു വർഷമായിരുന്നില്ല. ഇതുവരെയുള്ള ഓരോ ഇയറും എടുത്തു നോക്കുമ്പോൾ 2025 എനിക്ക് വളരെ മോശമായിരുന്നൊരു വർഷമായിരുന്നു. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചൊരു വർഷമായിരുന്നു. നേട്ടങ്ങളെക്കാൾ ഉപരി നഷ്ടങ്ങൾ എനിക്ക് സമ്മാനിച്ചൊരു വർഷമായിരുന്നു 2025. ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ 2026 അതെൻ്റെ വർഷമാക്കി മാറ്റണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിലുപരി അതെൻ്റെ ഒരു വാശിയാണ്. അപ്പം നിങ്ങൾക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ഹായ്.